എപ്പോഴും ഇവിടെ വരുന്നേ? എനിക്ക് ഉപ്പ എടുത്ത് പോണം. ഉപ്പ നമ്മൾ ഇട്ടിട്ട് പോയി, ഇനി വരില്ലാന്ന് പറഞ്ഞില്ലേ? ഉപ്പ പോയത് ഈ അങ്കിൾ കാരണമാണോ? ഞാനിവിടെ ഉള്ളപ്പോ തനിക്ക് അവനെ മാനേജ് ചെയ്യാൻ പാടായിരിക്കും. കുറച്ച് ദിവസത്തേക്കൊന്ന് വിട്ടു നിന്നാ അവനൊന്ന് തണുക്കും. അപ്പോഴേക്ക് അവൻ അഡ്ജസ്റ്റ് ആവും, എനിക്ക് ഉറപ്പാ. സാർ, നാട്ടിലൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എന്താണെന്നറിയോ സാറേ? ലോൺ എടുത്ത് കടം വാങ്ങിയ വീട്ടുകാർ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. സാറി പറയുന്ന ജോലിയൊക്കെ കിട്ടും, കിട്ടുന്ന ശമ്പളത്തിന് പലിശ പോലും അടച്ചു തീരില്ല സാർ. ദൈവത്തിന്റെ മാലാകമാരെന്നൊക്കെ വിളിപ്പേരേ ഉള്ളൂ സാർ. വിളിക്കുന്നവരാരും മാലാകമാരുടെ വീട്ടിലെ അവസ്ഥ ചോദിക്കാറില്ല. എനിക്ക് ഉറപ്പുണ്ട് സാർ, പക്ഷെ ഇത് തിരിച്ചു വരും. സംഭവത്തെ അന്വേഷിക്കണം, ചോദിക്കാൻ വേറെ ആളില്ല. ശമ്പളം ഇല്ലാതെ വീട്ടിലേക്ക് വരണ്ടെന്ന് പറയുന്ന അപ്പനോട് ഞാൻ പിന്നെ എന്തു പറയണം? തിരിച്ചെത്തി ജീവൻ കിട്ടിയല്ലോ മോളെ എന്ന് പറഞ്ഞ് ഒരു ദിവസം സ്നേഹിക്കും, പിന്നെ കാശില്ലാതെ വന്നതിനെ പറ്റി പറഞ്ഞ് വഴക്കം. അങ്ങനെ ഒരു വീട്ടിലേക്ക് ഞാൻ എങ്ങനെ തിരിച്ചു പോകും? സമീറ, ഞാൻ ഒരാൾക്ക് ഫോൺ കണക്ട് ചെയ്യാൻ പോവാം. നിങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാൾക്ക്. നിങ്ങളുടെ കരച്ചിൽ അയാൾ കേൾക്കണം. അയാൾക്ക് തോന്നണം ജീവന് വേണ്ടി നിങ്ങൾ ആ മനുഷ്യന്റെ കൈ പിടിച്ചിരിക്കുകയാണ്. ആ പിടിവിട്ട നിങ്ങൾ മരിക്കുകയാണ്. സുമിത, ഞങ്ങൾക്കിപ്പോഴും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സാറ് പറഞ്ഞതല്ലായിരുന്നോ ഷഹീദിനെ കിട്ടിയെന്ന്? പിന്നെന്താ ഇങ്ങനെ? സമീറ തളരാതിരിക്കാൻ എനിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നു. ഷഹീദിനെ അവസാനമായി കണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് ആരും ജീവിച്ചിരിപ്പില്ല. അമ്മച്ചി, തമ്മിൽ